Konnichiwa minasan, welcome back to another video. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് റിട്ടേൺ ഓഫ് ദി മൗണ്ട് ഹോസെക്റ്റിന്റെ എപ്പിസോഡ് 10ന്റെ മലയാളം മാൻഹോ എക്സ്പ്ലനേഷൻ ആണ്. ഗൈസ്, എല്ലാവരും ഇന്നും കൂടെ എന്നോടൊന്ന് ക്ഷമിച്ചേക്കുക. ഞാൻ ഇന്നും കൂടെ ചെറിയൊരു വീഡിയോ ആയിരിക്കും ചെയ്യാൻ പോകുന്നത്. ആൻഡ് വേറൊന്നും കൊണ്ടല്ല, ഡയറിയാണ് ഗൈസ്. നല്ല ബുദ്ധിമുട്ടുണ്ട്. ലാസ്റ്റ് 2-3 ദിവസമായിട്ട് ഞാൻ നന്നായിട്ട് അനുഭവിക്കുന്നുണ്ട്. ഇപ്പോൾ ഏകദേശം ഒന്ന് ഓക്കെ വരുന്നതേ ഉള്ളൂ. സോ ഇന്നും കൂടെ ചെറിയൊരു വീഡിയോ ചെയ്ത് ഞാൻ റെസ്റ്റ് എടുക്കുവാണ്. ആൻഡ് അതിനുശേഷം നമ്മൾ പഴയ ട്രാക്കിലൊക്കെ വരുന്നതായിരിക്കും. അതേപോലെ തന്നെ ഞാൻ വാക്ക് തന്ന ആ ഒരു ലോങ് വീഡിയോ ഉറപ്പായിട്ടും ഞാൻ ഈ ആഴ്ച തന്നെ നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നതായിരിക്കും. സോ എനിക്ക് അസുഖം ബാധിച്ചതുകൊണ്ടാണ് പുറത്തുപോയി ഫുഡ് കഴിച്ച് ഒട്ടും പിടിച്ചില്ല. ആൻഡ് അതെന്നെ നന്നായിട്ട് അഫക്റ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ വീഡിയോ കുറച്ച് ലെങ്ത് കുറച്ച് ഇന്നിപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും ഞാൻ ഓക്കെ ആയതിനു ശേഷം നിങ്ങൾക്ക് വേണ്ടി കിടിലൻ വീഡിയോസ് ആയിട്ട് ഞാൻ ഉറപ്പായിട്ടും വരുന്നതായിരിക്കും. അതൊന്നും മിസ്സാക്കായിരിക്കും വേണ്ടി നമ്മുടെ പേജ് ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. അങ്ങനെ ഈ എപ്പിസോഡ് തുടങ്ങുന്ന നേരത്തെ തന്നെ എൽഡർ ഹാങ്ങാട്ടെ നിലത്തേക്ക് ഇരിക്കുകയാണ്. ആദ്യം എൻ്റെ ഈ ബോയ് എന്ന് റിസീവ് ചെയ്യുന്നു പറഞ്ഞ് ആ നേരെ തല കുനിച്ചു. അച്ഛാ, അത് പിന്നെ യങ് ഡിസിപ്ലിൻ, താങ്കൾ എൻ്റെ ജീവൻ രക്ഷിച്ചിരിക്കുന്നു. ഞാൻ എങ്ങനെയാണ് ഇതിന് പകരം ചെയ്യേണ്ടതെന്ന് എനിക്കറിഞ്ഞൂടാ. കുഴപ്പമില്ല, എഴുന്നേക്ക്. ആ സമയത്ത് അവനൊന്നും പറയാൻ പറ്റുന്നില്ല. വാ നിറച്ച് ഫുഡായിരുന്നു. ഇല്ല, ഞാൻ എൻ്റെ മകളിൽ നിന്ന് എല്ലാം തന്നെ കേട്ടു ഇവിടെ എന്താണ് സംഭവിച്ചതെന്ന്. സോ ഞാൻ ഉറപ്പായിട്ടും ഇവിടെ റീപേ ചെയ്തിരിക്കണം. താങ്കൾ പറഞ്ഞാൽ മതി ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന്. ഞാനത് ചെയ്യാൻ തയ്യാറാണ്. അതുകൊണ്ട് ഇത് തന്നെയാണ് എൻ്റെ റിക്വസ്റ്റ്. താങ്കൾ പറഞ്ഞാൽ മതി, എന്ത് വേണമെങ്കിലും ഞാൻ ചെയ്യാൻ തയ്യാറാണ്. എന്തുണ്ടെങ്കിലും പറഞ്ഞാൽ മതി. താങ്കൾ എന്താണ് ഈ പറയുന്നത്? ഒരു ടോയിസ്റ്റായി ഞാൻ എങ്ങനെയാണ് ഒരാളെ സഹായിച്ചെന്ന് പറഞ്ഞ് റിവാർഡ്സ് മേടിക്കുന്നത്? അതിലുപരി എൻ്റെ സെക്ട് അങ്ങനെ കണ്ടെത്തി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഇത് പ്രശ്നമാകും. വേറൊന്നും കൊണ്ടല്ല, എൻ്റെ സെക്ടിനോട് പറയാതെയാണ് ഞാൻ ഇവിടേക്ക് വന്നത്. എന്ത്? സെക്ടിനോട് പറയാതെ? അതെ, കാര്യങ്ങൾ കുറച്ച് സീരിയസ് ആയതുകൊണ്ടും അർജൻറ്റ് ആയതുകൊണ്ടും ഞാൻ പിന്നെ ചോദിക്കാനൊന്നും നിന്നൊന്നുമില്ല. ഞാൻ നേരെ ഇങ്ങോട്ട് പോന്നു. ഇത് ഇതെന്താണ് ഞാൻ കേൾക്കുന്നത്? അങ്ങനെയാണെങ്കിൽ ഇതൊന്നും പോരാ. ഞാൻ മനസ്സിൽ കണ്ടതിനെക്കാട്ട് കൂടുതൽ കാര്യങ്ങൾ ഞാൻ ചെയ്തു തരണം. അതുകൊണ്ട് താങ്കൾ ഒരു വാക്ക് പറഞ്ഞാൽ മാത്രം മതി. താങ്കളുടെ സെക്ട് അറിയത്ത് പോലുമില്ല. ഞാൻ എന്ത് ചെയ്യാനും? സത്യമാണോ പറഞ്ഞത്? എൻ്റെ സെക്ട് ഇതിനെപ്പറ്റി അറിയത്തില്ലെന്ന്? അതെ, അത് ശരിയാണ്. പെട്ടെന്ന് ചങ്മിങ് ഒരു പുസ്തകം നേരെ പുറത്തേക്കെടുത്തു. അല്ല, ഈ പുസ്തകം? ഇതൊന്നുമില്ല. ഞാനേ ഈ പ്രായമായില്ലേ, അതുകൊണ്ട് കുറേ കാര്യങ്ങളൊക്കെ മറന്നുപോകും. സോ സാധനങ്ങളൊക്കെ എഴുതി വെക്കുന്നതാ. പ്രായമായെന്നാ? ഇവനാ? അല്ല, അപ്പോൾ ഈ എഴുതി വെക്കുന്നതെന്ന് പറഞ്ഞത്? താങ്കൾ പറഞ്ഞില്ലേ എന്തൊക്കെയാണ് എനിക്ക് ചെയ്തു തരേണ്ടതെന്ന്? പെട്ടെന്ന് അവനൊന്ന് ഞെട്ടി. അപ്പോൾ ആ പുസ്തകത്തിൻ്റെ അകത്ത്, അതെ, ഇതിൻ്റെ അകത്ത് എനിക്ക് ചെയ്തു തരേണ്ട എല്ലാം കൃത്യമായി തന്നെ ഞാൻ എഴുതി വച്ചിട്ടുണ്ട്. അങ്ങനെ സമയം കുറച്ചധികം കടന്നുപോയി. വൈകുന്നേരമായിരിക്കുന്നു. അച്ഛാ, ഇപ്പം എങ്ങനെയുണ്ട്? കുഴപ്പമില്ലടാ. സത്യം പറയാലോ, ഇപ്പം പറക്കാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഉള്ളത് പറഞ്ഞാൽ 10 വർഷം പ്രായം കുറഞ്ഞതുപോലെ. ആ, ശരിയാണല്ലേ ഇവിടെ സംഭവിച്ചതെല്ലാം? അല്ല, എന്തു പറ്റി? നീ എൻ്റെ കണ്ടീഷൻ തിരക്കാനല്ലേ ഇവിടേക്ക് വന്നതെന്ന് എനിക്ക് കാര്യങ്ങളൊക്കെ അറിയാം. കാര്യങ്ങളൊക്കെ സെറ്റിൽ ആയിട്ടുണ്ട്. സമയം പ്രഷ്യസുമാണ്. സോ ഉള്ള കാര്യം പറ. നീ എന്താണ് ഇവിടേക്ക് വന്നത്? അല്ല അച്ഛാ, ഞാൻ പറഞ്ഞു വരുന്നത്, ഗിൽഡ് മാസ്റ്റർ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ? ഞാൻ കേട്ടിരുന്നു സദേൺ എഡ്ജ് സെക്ടറിലുള്ള ഡീലിങ്സ് ഒക്കെ റെഡ്യൂസ് ചെയ്തുകൊണ്ട് താങ്കൾ മൗണ്ട് ഹോസെക്റ്റിന് അതിസമർത്ഥമായുള്ള റിവാർഡ്സ് കൊടുക്കാനായിട്ട് തയ്യാറായെന്ന്. അതെ, ഞാനങ്ങനെ. ആ ടൈമിൽ അവനൊന്നും മിണ്ടില്ല. പക്ഷേ ഗിൽഡ് മാസ്റ്റർ, ഞാനൊന്ന് ചോദിക്കട്ടെ? സദേൺ എഡ്ജ് സെക്ട് ഈ സിയാൻ കംപ്ലീറ്റ്ലി റൂൾ ചെയ്യുന്നുണ്ട്. ആൻഡ് അവരുടെ ഇൻഫ്ലുവൻസ് എന്ന് പറഞ്ഞ് ഷാങ്സിൽ വരെയുണ്ട്. അതിലെല്ലാം ഉപരി നമ്മളിപ്പോൾ മൗണ്ട് ഹോസെക്റ്റായിട്ട് ആ ഒരു സപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം കടന്നു നമ്മൾ അവിടെ ചെല്ലണം. സത്യം പറഞ്ഞാൽ അത് ശരിക്കും കുറച്ച് ഡേഞ്ചറസ് അല്ലേ? എനിക്കറിയാം യങ് ഡിസിപ്ലിൻ താങ്കളെ രക്ഷിച്ചു. പക്ഷേ എങ്കിലും നമ്മൾ ഈ ഒരു പ്രൈമിസ് നടത്തി കഴിഞ്ഞാൽ അത് ശരിക്കും ഡേഞ്ചറസ് ആയിരിക്കത്തില്ലേ? മൗണ്ട് ഹോസെക്റ്റും നമ്മൾ തമ്മിൽ ആ ഒരു റിലേഷൻ, അതിലുപരി നമ്മളിപ്പോൾ സദേൺ എഡ്ജ് സെക്റ്റിൽ നിന്ന് അതെല്ലാം പിൻവലിക്കാൻ നേരത്ത് അവരുള്ള റിലേഷനും അത് നന്നായിട്ട് അഫക്റ്റ് ചെയ്യത്തില്ലേ? എനിക്കറിയാം താങ്കൾ ഓൾറെഡി ഡിസൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് മാറ്റത്തില്ലെന്ന്. പക്ഷേ ഞാൻ പറയുന്നത്, മൗണ്ട് ഹോസെക്റ്റ് ഉള്ളത് അവിടെ തന്നെ നിന്നോട്ടെ, അത് കുഴപ്പമില്ല. പക്ഷേ നമ്മൾ ഇതിനു മുമ്പ് സദേൺ എഡ്ജ് സെക്റ്റുമായിട്ട് എങ്ങനെയാണോ നിന്നത് അതുപോലെ തന്നെ പോകുന്നില്ലേ കുറച്ചുകൂടെ നല്ലത്? ആ ടൈമിൽ അവനൊന്നും തന്നെ മിണ്ടില്ല. യങ് ഗിൽഡ് മാസ്റ്റർ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ? ഒരു മെർച്ചൻറ്റിൻ്റെ ഡ്യൂട്ടി എന്താണ്? എന്ത്? അല്ല, അത് പിന്നെ ഒരു മെർച്ചൻറ്റിൻ്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത് ബിസിനസ് നടത്തുക, മുകളിലേക്ക് ഉയരുക എന്നാണ്. അതിനോടൊപ്പം തന്നെ ബിസിനസ് റിലേഷൻഷിപ്പ് നയിക്കുക, പിന്നെ വളരുന്ന സ്ഥിതിക്ക് ഈ ലോകത്തിനോടും ഈ കൺട്രിയിലോടും ചെറിയൊരു ഗ്രോത്തിനെ കോൺട്രിബ്യൂട്ട് ചെയ്യുക എന്നല്ലേ? പെട്ടെന്ന് അവനൊന്ന് ചിരിച്ചു. എന്നിട്ട് പൊട്ടിച്ചിരിക്കാൻ തുടങ്ങി. യങ് ഗിൽഡ് മാസ്റ്റർ, താങ്കൾക്ക് സംസാരിക്കാൻ ഒരു പ്രത്യേക കഴിവ് തന്നെയാണ് കേട്ടോ. പക്ഷേ നീ എൻ്റെ മുമ്പിൽ എന്തിനാടാ ഇത്ര ഫാൻസി ആയിട്ട് സംസാരിക്കുന്നത്? അത് നിനക്ക് അറിയാവുന്ന കാര്യമല്ലേ? എനിക്കതൊന്നും. ഞാൻ കാര്യങ്ങൾ പറഞ്ഞുതരാം. ഒരു മെർച്ചൻറ്റിൻ്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത് പൈസ സമ്പാദിക്കണം എന്നാണ്. ഒരു മെർച്ചൻ്റ് എന്ന് പറയുന്നത് ചില സമയത്ത് ചില നിയമങ്ങളൊക്കെ തെറ്റിക്കുമായിരിക്കും ഈ പൈസ സമ്പാദിക്കാനായിട്ട്. ഞാൻ പറഞ്ഞത് സത്യമല്ലേ?
അതെ, നിനക്ക് വളരണമെന്നുണ്ടെങ്കിലും നീ പൈസ നേടണം. നിനക്കാരെങ്കിലും സഹായിക്കണമെന്നുണ്ടെങ്കിലും നീ നേടിയ പൈസയിൽ നിന്ന് വേണം അതെടുത്ത് സമ്പാദിക്കാൻ. ചുരുക്കം പറഞ്ഞാൽ ഒരു മെർച്ചന്റ് പൈസ സമ്പാദിക്കണം എന്നല്ലേ? ഞാൻ പറഞ്ഞതിലെന്തെങ്കിലും തെറ്റോ ശരിയായിട്ടോ നിനക്ക് തോന്നുന്നുണ്ടോ? സോ ഇവിടെ ആകെപ്പാടുള്ള കാര്യം എന്ന് പറയുന്നത് അത് എഫിഷ്യൻസിയാണ്. അല്ല, അതിനർത്ഥം താങ്കൾ പറയുന്നത് മൗണ്ട് ഹോസിറ്റിൽ അത്രത്തോളം ബെനിഫിറ്റ് ഉള്ള താങ്കൾ എന്തെങ്കിലും കണ്ടെന്നാണോ? അത് കൊള്ളാം. നീ തന്നെ അത് മറന്നുപോയോ? ഞാൻ എങ്ങനെയാണ് ഈ ഒരു എൻഷോ മെർച്ചന്റ് ഗിൽഡ് നിർമ്മിച്ചതെന്ന്? ശരിയാണ്. ഒരു മെർച്ചന്റിന്റെ ഇൻസ്റ്റിങ്സ് എന്ന് പറയുന്നത് ആരും തന്നെ ശ്രദ്ധിക്കാതെ, ആരും തന്നെ റെക്കഗ്നൈസ് ചെയ്യാത്ത ഒരു സ്ഥലത്ത് ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് ആ സ്ഥലത്തിനെ വളർത്തിക്കൊണ്ട് മെർച്ചന്റ് ഗിൽഡ് മുകളിലേക്ക് ഉയരുക എന്നാണ്. എൻ്റെ അച്ഛൻ അങ്ങനെയാണ് എൻസോ മെർച്ചന്റ് ഗിൽഡിലെ ഷാങ്സിൽ തന്നെ ഏറ്റവും ടോപ്പ് മെർച്ചന്റ് ഗിൽഡാക്കി മാറ്റിയത്. പക്ഷേ ഗിൽഡ് മാസ്റ്റർ, ഞാൻ ചോദിക്കട്ടെ, നമ്മളിപ്പോൾ മൗണ്ട് ഹോസിറ്റിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് എന്തിനാണ്? സത്യം പറഞ്ഞാൽ നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് ഒരു വാറന്റി പോലും അവിടെ നമുക്ക് ലഭിക്കത്തില്ലല്ലോ. സത്യം പറയാം, നിന്റെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ കൺസേൺ എന്ന് പറയുന്നത് സദേൺ എഡ്ജ് സെക്റ്റും മൗണ്ട് ഹോസെക്റ്റും തമ്മിലുള്ള ഒരു കമ്പാരിസൺ അല്ലേ? പക്ഷേ ഞാൻ പറയുന്നത് മൗണ്ട് ഹോസെക്റ്റ് ഞാൻ വിചാരിക്കുന്ന രീതിയിലേക്ക് ഉയർന്നിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ അവരുമായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്ന ആ ഒരു റിലേഷൻ ഉണ്ടല്ലോ, അത് നന്നായിട്ട് നമ്മളെ സഹായിക്കും. ആൻഡ് അതിൻ്റെ റിവാർഡ്സ് എന്ന് പറയുന്നത് നീ വിചാരിക്കുന്നതിനെക്കാട്ടും ട്രമൻഡസ് ആയിരിക്കും. ഇത് ഒരു മെർച്ചന്റിന്റെ ഇൻസ്റ്റിങ്സ് ആണോ? അല്ല, പക്ഷേ എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല. കാര്യം നമ്മൾ എങ്ങനെയാണ് ചെയ്യാൻ പോകുന്നത്? ഇപ്പോൾ നമ്മളവരെ സഹായിച്ചു കഴിഞ്ഞാൽ ലിറ്ററലി അവരുടെ കയ്യിൽ ഒന്നും തന്നെ തിരിച്ചു തരാനില്ല. നമ്മൾ ലോസിലേക്ക് പോകത്തേ ഉള്ളൂ. നമ്മുടെ കയ്യിൽ നിന്ന് എല്ലാം തന്നെ നഷ്ടപ്പെടുത്തില്ലേ? അതിലുപരി മൗണ്ട് ഹോസെക്റ്റ് വളരെയോ ഇല്ലേ എന്ന് ഒരു ഗ്യാരണ്ടി പോലും പറയാൻ പറ്റത്തില്ല. ജോങ്ങിയെ, നീ ശരിക്കും വിട്ടിയാണോ? ഒരു മെർച്ചന്റ് ഒരാളുടെ വളർച്ചയ്ക്ക് വേണ്ടി കാത്തിരിക്കാറില്ല. അത് നിനക്ക് വ്യക്തമായി തന്നെ അറിഞ്ഞൂടെ? നമ്മൾ മൗണ്ട് ഹോസെക്റ്റ് വളരുന്നവരെ ഒരിക്കലും കാത്തിരിക്കത്തില്ല. നമ്മൾ മൗണ്ട് ഹോസെക്റ്റിനെ വളർത്താൻ പോകുകയാണ്. ഉള്ളത് പറയാലോ, ഈ ജീവിതത്തിൽ ഞാൻ കുറേയധികം എക്സ്പേർട്ട് അല്ല മാർഷൽ മാസ്റ്റേഴ്സിനൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷേ ആ കുട്ടീനെ പോലെ ഒരാളെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അവൻ ശരിക്കും എന്നെ ഞെട്ടിച്ചു കളഞ്ഞു. ഈ ലോകം മുഴുവൻ നമ്മളൊരു പാമ്പിനെ തേടി അലയുന്നിടത്ത് നമ്മുടെ മുമ്പിൽ ഉദിച്ചുയരുന്ന ഒരു ഡ്രാഗനെ നമ്മൾ കണ്ടില്ലെന്ന് നടിക്കാൻ പാടുണ്ടോ? സത്യം പറഞ്ഞാൽ ഈ ലോകത്തിനെ ഭരിക്കുന്നവർക്കും നോർമൽ മൈൻഡ് സെറ്റ് കണ്ടു കഴിഞ്ഞാൽ ഒന്നും മനസ്സിലാകത്തില്ല. ഞാൻ പറയുന്നത് നീ അത് മനസ്സിലാക്കരുത്. നീ അത് ഒബ്സർവ് ചെയ്താൽ മാത്രം മതി. അങ്ങനെയാണെങ്കിൽ ഇവൻച്വലി നിനക്കത് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. അവൻ പറഞ്ഞതുപോലെ എല്ലാം തന്നെ ഞാൻ പ്രോമിസ് ചെയ്തിരുന്നു. ആ പ്രോമിസ് ചെയ്തുകൊണ്ട് അവന് ഞാനുമായിട്ട് ഒരു കണക്ഷൻ ഉണ്ടാവും. ചുരുക്കം പറഞ്ഞാൽ എൻസോ മെർച്ചന്റ് ഗിൽഡായിട്ട് മൗണ്ട് ഹോസെക്റ്റിന് ഒരു കണക്ഷൻ ഉണ്ടാവുന്നതാണ്. അതൊരിക്കലും അവർക്ക് തകർക്കാൻ കഴിയത്തില്ല. ആൻഡ് ആ തകർത്ത് കഴിഞ്ഞാൽ അവർക്ക് തന്നെയായിരിക്കും നഷ്ടമുണ്ടാകാൻ പോകുന്നത്. നമ്മളിപ്പോൾ ചെയ്യേണ്ട ഒരേ ഒരു കാര്യമെന്ന് പറയുന്നത് അവൻ്റെ സുഹൃത്തുക്കളാക്കുക എന്ന് മാത്രമാണ്. അത് സത്യം പറഞ്ഞാൽ അധികം പൈസ ചെലവുള്ള കാര്യമല്ലല്ലോ. ചെലവുള്ള കാര്യമല്ലേ? ഈ സമയത്ത് തന്നെ അദ്ദേഹം അവൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് തന്നെ ഇരുന്നു. പക്ഷേ ഉള്ളത് പറയല്ലോ, ഞാൻ വിചാരിച്ചതിനകട്ടും 5 ഇരട്ടിയാണ് അവൻ ചോദിച്ചത്. ആ കുറുനരി അവനെ സൂക്ഷിച്ചേ പറ്റത്തുള്ളൂ. ഈ ടൈമിൽ അവന് ചിരി വന്നു. എന്നിട്ട് പറയും ചെയ്യും, എനിക്ക് മനസ്സിലായി താങ്കൾ എന്തായാലും താങ്കളുടെ ഡിസിഷൻസ് മാറ്റാൻ പോകത്തില്ലെന്ന്. അച്ഛാ, എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് ഞാൻ താങ്കളെ ട്രസ്റ്റ് ചെയ്ത് ഫോളോ ചെയ്യാൻ തയ്യാറാണ്. എനിക്ക് ഇപ്പോഴും ചെറിയ ഡൗട്ട്സൊക്കെ ഉണ്ട്. പക്ഷേ അതുകൊണ്ട് തന്നെ ഞാൻ ആ ഡൗട്ട്സ് വെച്ചുകൊണ്ട് തന്നെ മുന്നിലേക്ക് പോകും. കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ആ ഡൗട്ട്സ് ഞാൻ മാറ്റുന്നതായിരിക്കും. മൗണ്ട് ഹോസെക്റ്റിനെ ഞാൻ വളർത്തുന്നതായിരിക്കും. അത് മതി. അത് കേട്ടപ്പോൾ തന്നെ എനിക്ക് സന്തോഷമായി. പിന്നെ കാണിക്കുന്നത് മറ്റൊരു സ്ഥലമാണ്. അദ്ദേഹം എന്തോ ഒന്ന് പ്ലാൻ ചെയ്യുന്നുണ്ട്. ആ പറഞ്ഞത് ചങ്മ്യങ് ആയിരുന്നു. അവനവിടെ കിടക്കുകയാണ്. അതുകൊണ്ടാണ് അത്രയും വലിയ ട്രഷേഴ്സൊക്കെ എനിക്ക് തരാമെന്ന് അദ്ദേഹം വാക്ക് തന്നത്. പക്ഷേ കുഴപ്പമില്ല, ഞാനെന്തായാലും അത് ഇതിൻ്റെ കയ്യിൽ വന്ന് വീഴത്തില്ല. അതിലുപരി എൻ്റെ കയ്യിലൊന്നും ഞാൻ അങ്ങോട്ട് കൊടുക്കാനും ഒട്ടും ആഗ്രഹിക്കുന്നുമില്ല. ഹാ, ഉള്ളത് പറഞ്ഞാൽ അവനൊരു ചെറിയ കുട്ടിയായിട്ടായിരിക്കും എന്നെ കണ്ടിട്ടുള്ളത്. അതുകൊണ്ടാണ് അദ്ദേഹം എന്നെ കയ്യിലെടുക്കാൻ നോക്കിയത്. പക്ഷേ കള്ളക്കിളവ, ഞാൻ നിന്നെക്കാട്ടും പ്രായം കൂടിയവനാണ്. പെട്ടെന്നാണ് അവിടേക്ക് ഒരാൾ നടന്നു വന്നത്. ചങ്മെങ് നോക്കിയപ്പോൾ അത് നമ്മുടെ സോങ് ബേക്കായിരുന്നു. എന്തു പറ്റിയടാ? പെട്ടെന്ന് ഒരു സോഡ് മുന്നിലേക്ക് നീട്ടി. എനിക്കിവിടെ മറ്റുദ്ദേശമൊന്നുമില്ല. പക്ഷേ എനിക്ക് ഒരു തവണ കൂടെ ഡ്യുവൽ ചെയ്യാനുള്ള പെർമിഷൻ നീ തരണം. ആൻഡ് ഇത്തവണ നീ ഈ ഡ്യുവൽ കംപ്ലീറ്റ്ലി സീരിയസ് ആയിട്ട് എടുക്കേണ്ടതാണ്. എനിക്കറിയാം നീ എന്നെ ട്രിക്ക് ചെയ്തതാണെന്ന്. ആൻഡ് അത് ചെയ്തത് ആ ഒരു കാര്യം റിസോൾവ് ചെയ്യാനാണെന്നും എനിക്ക് മനസ്സിലായി. അത് അവസാനിച്ചതിന് ശേഷം അതിൻ്റെ കാര്യം എനിക്ക് മനസ്സിലായി. ട്രിക്ക് ചെയ്യുന്നോ? നീ എന്തൊക്കെയാ പറയുന്നത്? നീയല്ലേ ശരിക്കും എന്നെ ട്രിക്ക് ചെയ്യാനായിട്ട് നോക്കിയത്? അതുകൊള്ളാം. ഇപ്പൊ താങ്കൾ എൻ്റെ മെത്ത് ബ്ലെയിം ചെയ്യാൻ നോക്കുവാണോ? ഇവൻ ശരിക്കും അപ്പോൾ പറഞ്ഞു വരുന്നത് നിനക്കൊരു ഡ്യുവൽ വേണമെന്നാണല്ലേ? അതെ. ഇവിടെ ഞാൻ നാണം കെടുവെന്നോ അല്ലെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ മാറുമെന്നോ അതൊന്നും എനിക്ക് ആഗ്രഹമുള്ള കാര്യമല്ല.
എനിക്ക് വേണ്ടത് ഒരു പ്രോപ്പറായുള്ള ഡ്യുവൽ മാത്രമാണ്. എനിക്കറിയേണ്ടത് ആ കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നതിന് മുമ്പ് എന്താണ് അവിടെ സംഭവിച്ചതെന്നാണ്. എനിക്കിപ്പോഴും ആ ഡ്യുവൽ എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലായിട്ടില്ല. അപ്പോൾ ഡ്യുവൽ വേണം എന്നാണ്. അതെ, പിന്നെ ഈ പറയുന്നത് എനിക്ക് വിശ്വസിക്കാൻ കുറച്ച് പാടാണ്. പക്ഷെ എനിക്കറിയാം നീ എന്നെക്കാട്ടും മാർഷൽ ആർട്സിൽ സ്ട്രോങ്ങർ ആണെന്ന്. അതുകൊണ്ട് അതെനിക്ക് നേരിട്ടറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. അല്ലേ, ഇത് കൊള്ളാം. അവന് മനസ്സിലായി എൻ്റെ കയ്യിലായിരുന്നു അവനിരുന്നതെന്ന്. എന്നിട്ടും അവൻ ഇവിടേക്ക് വന്നു. അതിലെല്ലാം ഉപരി അവന് ഉറപ്പായിട്ടും അറിയാം ഇത്തവണ അവൻ പരാജയപ്പെടുമെന്ന്. എന്നിട്ടും അവൻ ഇവിടേക്ക് വന്നത് ഇൻട്രസ്റ്റിംഗ് അല്ല ഒരു റെസ്പോൺസ്. ഉള്ള കാര്യം പറയാലോ, നീ ചിലപ്പോൾ അത് റിഗ്രറ്റ് ചെയ്തേക്കും. പക്ഷേ സോങ് ബിഗ് ഒന്ന് ചിരിച്ചു. അങ്ങനെ ചെയ്താലും എനിക്കൊരു കുഴപ്പമില്ല. പിന്നെ കാണിക്കുന്നത് അവർ രണ്ടുപേരും ആ ഡ്യുവൽ ചെയ്യാൻ വേണ്ടി തയ്യാറായി നിൽക്കുന്നതാണ്. അവൻ ശരിക്കും ചെറുതാണ്. അതിലെല്ലാം ഉപരി അവൻ എന്നെക്കാട്ടും പ്രായം കുറവാണ്. എന്നെക്കാട്ടും ഒരു ജനറേഷൻ താഴെയാണ്. ജനറേഷൻ താഴെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരു സെക്കൻഡ് ക്ലാസ് ഡിസിപ്ലിനാണ്, അവൻ ഒരു തേർഡ് ക്ലാസ് ഡിസിപ്ലിനാണ്. പക്ഷേ എന്നിരുന്നാലും ഈ ടൈമിൽ സോങ്ബെക്ക് വിയർത്തൊലിക്കുന്നുണ്ടായിരുന്നു. അവനിൽ നിന്ന് കിട്ടുന്ന ഈ ഒരു ഹെവി പ്രഷർ, അതാണ് സത്യം പറഞ്ഞാൽ ഞാനിപ്പോൾ ഒരു എൽഡറായിട്ട് ഫൈറ്റ് ചെയ്യാൻ പോകുന്ന പോലെ. അതിലെല്ലാം ഉപരി ഒരു കൊച്ചുകുട്ടിയിൽ നിന്ന് എമിറ്റ് ചെയ്യുന്ന ഓറയാണ് ഞാൻ ഈ കാണുന്നത്. ഞാൻ ശരിക്കും എന്തെങ്കിലും ഹാലൂസിനേറ്റ് ചെയ്യുന്നുണ്ടോ അറിഞ്ഞൂടാ. പക്ഷേ എന്തായാലും എൻ്റെ കണ്ണുകൾ കൊണ്ട് കാണാതെ അതങ്ങോട്ട് നിർത്താൻ ഞാൻ തയ്യാറല്ല. അല്ലേ, ഇത് ശരിക്കും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുണ്ട്. അവന് ശരിക്കും മനസ്സിലായി ഇത് അപകടമാണെന്ന്. എന്നിട്ടും അവൻ എൻ്റെ ഗാൾ ലെറ്റ് ഡൗൺ ചെയ്യാതെ മുറുക്കി പിടിച്ച് അവിടെ നിൽപ്പുണ്ട്. ശരിക്കും ഷാർപ്പായിട്ട് തന്നെ. നിന്റെ സെൻസ് ശരിക്കും സ്ട്രോങ്ങർ ആണ്. ഈ സിറ്റുവേഷൻ എന്താണെന്ന് നിനക്ക് വ്യക്തമായി തന്നെ മനസ്സിലാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നീ ശരിക്കും പൊട്ടൻഷ്യലുള്ള ഒരാൾ തന്നെയാണ്. ചുരുക്കം പറഞ്ഞാൽ നീ ഒരു ലേറ്റ് ബ്ലൂമറാണ്. ഉറപ്പാണ് നീ ഇങ്ങനെ തന്നെ ട്രെയിൻ ചെയ്ത് കഴിഞ്ഞാൽ കമ്പാരിറ്റീവ്ലി മറ്റാരെക്കാട്ടും ഉയരങ്ങളിലേക്ക് നീ എത്തും. ആക്ച്വലി നീ സദേൺ എഡ്ജ് സോഡിലെ ഒരു സോഡ് തന്നെ ആകാനുള്ള, അല്ല, ഒരു സുപ്രീം സോഡ് തന്നെ ആയെന്നിരിക്കും. അപ്പോൾ എങ്ങനെ ഒരു പാഠം പഠിപ്പിച്ചേക്കല്ലേ നിന്നെ. ഈ ടൈമിൽ ചെങ് മെങ് അവൻ്റെ കൈ അങ്ങോട്ട് ഉയർത്തി. വാടാ. ഈ ടൈമിൽ തന്നെ സോങ് ബെക്ക് അവൻ്റെ സോഡൊന്ന് തിരിച്ചതേ ഉള്ളു. തിരിച്ചപ്പോൾ തന്നെ പല സോഡായി മാറിയ പോലെ അവന് തോന്നി. പെട്ടെന്ന് അത് പൂർത്തിയാക്കിയതും ചെറിയ ഇതളുകൾ നിലത്തേക്ക് വീണതുപോലെ. ഇലൂഷൻ സോഡോ? പക്ഷെ എപ്പോൾ തൊട്ടാണ് സദേൺ എഡ്ജ് സോഡ് ഇലൂഷൻ സോഡ് യൂസ് ചെയ്യാൻ തുടങ്ങിയത്? താങ്കളൊന്ന് സൂക്ഷിക്കുന്നത് നല്ലതാണ്. സത്യം പറഞ്ഞാൽ ഇനി ഞാൻ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് എനിക്ക് പോലും അറിഞ്ഞൂടാ. അതുകൊണ്ട് ഞാൻ എൻ്റെ ഫുൾ പവർ ആദ്യം മുതൽ തന്നെ യൂസ് ചെയ്യാൻ പോകുകയാണെന്ന് പറഞ്ഞ് അവൻ്റെ കൈ ഒന്ന് പതുക്കെ തിരിച്ചു. എന്നിട്ട് ഒരറ്റാക്ക് പോലെ അവൻ ചെയ്യാൻ തുടങ്ങി. ഞാൻ സദേൺ എഡ്ജ് സോഡിൻ്റെ ഏറ്റവും പുതിയ മാർഷൽ ആർട്ടായുള്ള 12 മൂവ്മെന്റ് സ്നോ ഫ്ലവർ സോഡ് ടെക്നിക്ക് ഇതാ യൂസ് ചെയ്യാൻ പോകുകയാണെന്ന് പറഞ്ഞ് അവനൊരു ടെക്നിക്ക് അങ്ങോട്ട് യൂസ് ചെയ്തത് ചങ് മ്യങ് ശരിക്കും ഞെട്ടി തെറിച്ചുപോയി. നീ എന്നാൽ അതിലുപരി ചങ് മ്യങ്ങിന് അടങ്ങാത്ത ദേഷ്യവും വന്നു. പെട്ടെന്ന് സോങ് ബെക്ക് അവിടേക്ക് ചാടി വന്ന് 12 മൂവ്മെന്റ് സ്നോ ഫ്ലവർ സോഡ് യൂസ് ചെയ്തുകൊണ്ട്. എന്നാൽ അടുത്ത നിമിഷം ചങ് മ്യങ്ങിന് ദേഷ്യം വരിക. പിന്നെ കാണുന്നത് ചോര തെറിച്ചുകൊണ്ട് നമ്മുടെ സോങ് ബെക്ക് മുകളിലേക്ക് തീർക്കുന്നതാണ്. കാര്യം ഓൾറെഡി ഒരറ്റാക്ക് നമ്മുടെ ചെങ് മെങ് ചെയ്ത് കഴിഞ്ഞിരുന്നു. അവൻ മുകളിലൂടെ തെറിച്ചു വന്ന ആ നിമിഷം പെട്ടെന്ന് അവനോടേക്ക് ചാടി വന്ന് അവൻ്റെ നെഞ്ചത്ത് കയറി പിടിച്ചു. നമ്മുടെ സോങ് ബെക്കിൻ്റെ വായിൽ നിന്നും മൂക്കിൽ നിന്നൊക്കെ രക്തം ചീന്താൻ തുടങ്ങി. പക്ഷേ അവൻ്റെ കുത്തിനു പിടിച്ച് പൊക്കി പിടിച്ചിട്ട് ചെങ് മെങ് ചോദിക്കുകയും ചെയ്യും, എടാ നായേ, നീ എവിടുന്നാടാ അത് പഠിച്ചത്? എവിടുന്നാണ് പഠിച്ചതെന്നോ താങ്കൾ എന്താ ചോദിക്കുന്നത്? നീ 12 മൂവ്മെന്റ് സ്നോ ഫ്ലവർ സോഡല്ലേ? മൈ കോപ്പാണത്. നിനക്ക് മറ്റുള്ള ആരെ വേണമെങ്കിലും പറ്റിക്കാൻ പറ്റും. പക്ഷെ അത് എൻ്റെ മെത്ത് നടക്കത്തില്ല. കാര്യം മറ്റാരെ കണ്ടു നന്നായിട്ട് അതെനിക്കറിയാം. കാര്യം ആ ഒരു സോഡ് ആർട്ടിൻ്റെ യഥാർത്ഥ എസൻസ് തന്നെ മൗണ്ട് ഹോസെക്കിൽ നിന്നുള്ളതാണ്. മൗണ്ട് ഹോസെക്കിൻ്റെ 12 മൂവ്മെന്റ് പ്ലം ബ്ലോസം സോഡ് ടെക്നിക്കുള്ള ഇൻഫിനിറ്റ് പ്ലം ബ്ലോസം 24 പ്ലം ബ്ലോസം സോഡ് ടെക്നിക്ക് ഇപ്പം മൗണ്ട് ഹോസെക്കിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയതാണ്. പക്ഷേ നീ എങ്ങനെയാണ് അത് യൂസ് ചെയ്യുന്നത്? ഈ ടൈമിൽ തന്നെ അവനെ പിടിച്ച് കുലുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ ഗ്യാപ്പ് എന്ന് പറഞ്ഞത് അത്രയും വലുതാണല്ലേ? സത്യം പറഞ്ഞാൽ ഇപ്പം ഞാൻ കാണുന്നത് ഒരു ഒരു ഫെറോഷ്യസ് അല്ല, ഡീമനെയല്ലേ ഞാൻ. എൻ്റെ ബോധം ഞാൻ മരിക്കാൻ പോകുവാണെന്ന് ചോദിച്ചോണ്ട് സോങ് ബെക്കിൻ്റെ ബോധം നഷ്ടപ്പെട്ടു. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞു അവൻ പതുക്കെ കണ്ണ് തുറന്നു. ആ ടൈമിൽ അവന് ബോധം വന്നപ്പോൾ അവൻ്റെ ശരീരം മുഴുവൻ ബാൻഡേജിൽ നിറഞ്ഞിരിക്കുകയാണ്. പതുക്കെ അവൻ എഴുന്നേറ്റ് അവൻ്റെ കയ്യിലേക്ക് നോക്കുകയും ചെയ്തു. ചെങ് മെങ് അപ്പോഴാണ് ചോദിക്കുന്നത്, നിന്റെ ഉള്ളിലുള്ള മുറിവിൻ്റെയൊക്കെ കാര്യങ്ങൾ സെറ്റിൽ ചെയ്തിട്ടുണ്ട്. നിന്റെ ഇഞ്ചുറീസ് എത്രയും പെട്ടെന്ന് റിക്കവർ ആയിക്കോളും.
പെട്ടെന്ന് അവൻ ഞെട്ടി. സദേൺ എഡ്ജ് സെക്റ്റിലെ പുതിയ മാർഷൽ ആർട്ട് എന്നല്ലേ നീ പറഞ്ഞത്? 12 സ്ട്രോക്ക് സ്നോ ഫ്ലവർ സോഡല്ലേ? അതെ. പെട്ടെന്ന് അവന് ദേഷ്യം വരുന്നുണ്ടായിരുന്നു. സത്യം പറഞ്ഞ മൗണ്ട് ഹോസക്കിലെ ഒരാൾ പോലും അത് റെക്കഗ്നൈസ് ചെയ്തെന്ന് വരത്തില്ല. അതുകൊണ്ടാണ് അവരിത്ര ഓപ്പൺലി തന്നെ അത് യൂസ് ചെയ്തത്. പക്ഷേ അത് മൗണ്ട് ഹോസക്കിലെ 24 മൂവ്മെന്റ് പ്ലം സോട്ട് ടെക്നിക്കിന്റെ റിസംബ്ലൻസ് നന്നായിട്ട് തന്നെ കാണിക്കുന്നുണ്ട്. എത്ര ധൈര്യം കൊണ്ടിട്ടാണ് ആർക്കൊക്കെ ഈ ടെക്നിക്ക് അറിയാം. അത് പിന്നെ സെക്കൻഡ് ക്ലാസ് ഡിസിപ്ലിനും അതിന് മുകളിലോട്ടുള്ള എല്ലാവർക്കും തന്നെ. അപ്പോൾ സെക്കൻഡ് ക്ലാസ് ഡിസിപ്ലിനും ഫസ്റ്റ് ക്ലാസ് ഡിസിപ്ലിനും പിന്നെ എൽഡേഴ്സിനും മാത്രം ഇത് അറിയാവുള്ളല്ലേ? അല്ല, ഞാൻ കേട്ടത് എൽഡേഴ്സ് ഇത് പഠിച്ചിട്ടില്ലെന്നാണ്. ആൻഡ് ഇത് ശരിക്കും പഠിച്ചത് ഫസ്റ്റ് ക്ലാസ് ഡിസിപ്ലിനും പിന്നെ സെക്കൻഡ് ക്ലാസ് ഡിസിപ്ലിനും മാത്രമാണ്. എൽഡേഴ്സ് അത് പഠിച്ചിട്ടില്ലെന്നോ? സാധാരണ എൽഡേഴ്സ് പഠിച്ചതിന് ശേഷമാണ് ഫസ്റ്റ് ക്ലാസ്സിലേക്ക് അവർ കൈമാറുന്നത്. ചുരുക്കം പറഞ്ഞാൽ ഈ ഒരു സോട്ട ക്രിയേറ്റ് ചെയ്തത് ഫസ്റ്റ് ക്ലാസ്സിൽ ആരെങ്കിലും ആയിരിക്കും. അപ്പോൾ സദേൺ എഡ്ജ് സെക്റ്റിലെ ഈ ടെക്നിക് കൊണ്ടുവന്നവൻ ഇപ്പോഴും ഇവിടെ ജീവനോടെ തന്നെ ഇരിപ്പുണ്ടല്ലേ? ആൻഡ് അതും പറഞ്ഞുകൊണ്ട് ചങ് മിങ് ശരിക്ക് ദേഷ്യപ്പെട്ടുകൊണ്ടാണ് ഈ ഒരു എപ്പിസോഡ് ഞാനിവിടെ അവസാനിപ്പിക്കുന്നത്.